ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ വഴക്ക് തുടങ്ങിയിട്ടുണ്ട്. അടിപിടിയും അതുപോലെ പിടിവലികൾ ഒരു ഒന്നാം തരം വഴക്കാണ്. ഇവിടെ നെവിൻ ഉണ്ടല്ലോ ആരോടും ചോദിക്കാതെ ഇങ്ങനെ തോന്നിയതുപോലെ ഓരോന്നൊക്കെ എടുത്ത് കഴിക്കും. ഇന്ന് രാവിലെ നൂറയും നമ്മുടെ ആദിലയും മരുമോളൊക്കെ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ എന്തോ എടുത്ത് കഴിക്കുകയാണ് നമ്മുടെ നെവിൻ. അപ്പോഴും അവർ പറയുന്നുണ്ട്, നിനക്ക് ഇങ്ങനെ ആവാമെങ്കിൽ ഞങ്ങളും അതുപോലെ എടുത്ത് കഴിക്കും എന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജ് തുറന്നിട്ട് എന്തൊക്കെയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് അക്ബറും ആര്യനും വന്നിട്ട് ഇവരെ തടയുവാണ്. പിന്നെ അവിടെ വലിയൊരു വഴക്ക് തന്നെ കേട്ടോ നടന്നത്. ഇവിടെ ഇഷ്ടംപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതൊന്നും ആവശ്യത്തിന് ആർക്കും കൊടുക്കുന്നുമില്ല. കൊടുക്കേണ്ടവരോട്ടാണെങ്കിൽ അത് കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നുമില്ല. തോന്നിയതുപോലെ അവർക്ക് വേണമെങ്കിൽ എടുത്ത് കഴിക്കും. മറ്റാരെങ്കിലും അതുപോലെ ചെയ്യാൻ നോക്കിയ പിന്നെ അതിന്റെ പേരിൽ അടിയാണ്. എന്തൊരു നാണം കെട്ട ഏർപ്പാടെന്നറിയോ ഇത്. അതും ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അടിയെ. ഇവിടെ മെയിൻ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ നെവിനായിട്ടാണ്. നെവിന് അയാൾക്ക് തോന്നിയതുപോലെ ചെയ്യുന്നത്. അത് കണ്ടിട്ട് ബാക്കിയുള്ളവർ എന്തെങ്കിലും ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അന്നേരം പോയി തടയാൻ ശ്രമിക്കും. അതെന്തിനാ? നെവിൻ ആകാമെങ്കിൽ അവിടെ മറ്റുള്ളവർക്കും അത് ചെയ്യാം. ഇവിടെ ആര്യൻ, അക്ബർ, നെവിൻ ഇവർ 3 പേര് മാത്രം ഒരൊറ്റ ഗ്യാങ്. ബാക്കിയുള്ള ഒരാൾ പോലും ഇവരെ സപ്പോർട്ട് ചെയ്ത് അവിടെ നിൽക്കുന്നില്ല. ഇന്ന് രാവിലെ നടന്ന വഴക്കിൽ പരസ്പരം വീട്ടുകാരെ വിളിച്ചിട്ട് പോലും ഇവർ തരം താഴ്ന്ന രീതിക്ക് പോകുന്നുണ്ട്. നമ്മുടെ അക്ബറും അനുമോളൊക്കെ ഇത്രയും നാള് വീട്ടിലുള്ളവരെ പറയരുതെന്ന് പറഞ്ഞവര് പോലും ഇപ്പോഴൊരു ഉളുപ്പില്ലാതെയാണ് പരസ്പരം വീട്ടുകാരെയൊക്കെ തെറി വിളിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം നടന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ആര്യനും നെവിനും എതിരായിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഇവരുടെ ഡ്രാമയാണോന്ന് അറിയത്തില്ലേ. അവിടെ ആര്യം പറയുന്നുണ്ട്, നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യുന്ന നമ്മുടെ നെവിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇനിയിപ്പോ ഇത് ഇവരെ 3 പേരും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ള മറ്റെന്തെങ്കിലും ആണോന്ന് അറിയത്തില്ലേ. ബിഗ് ബോസ് ഇപ്പോഴും ശരിക്കും ഫൈനലിനോട് അടുത്ത് നിൽക്കുന്ന ഈ സമയത്തുണ്ടല്ലോ, ബിഗ് ബോസ് വീട് എന്ന രണ്ടായി പിളർന്നിട്ട് ശക്തമായ 2 ഗ്രൂപ്പുകളായിട്ട് മാറിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ കേട്ടോ.